Hi all, welcome to Civilians. Myself Nitin. ഇവിടെ ഗേറ്റ് ബാച്ചിന് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് കൈകാര്യം ചെയ്യുന്ന ഞാനാണ്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഹൈവേ എഞ്ചിനീയറിംഗ്, റെയിൽവേ എഞ്ചിനീയറിംഗ്, എയർപോർട്ട് എഞ്ചിനീയറിംഗ് ഇത് മൂന്നും ചേർത്തിട്ടാണ് ഗേറ്റ് എക്സാമിന് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിന് വെയിറ്റേജ് ഒക്കെ കൊടുത്തേക്കുന്നത്. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് ആണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. ഗേറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ 10 മാർക്കിൽ കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു സബ്ജക്റ്റാണ്. സാധാരണ ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഒരു 9 തൊട്ട് 12 മാർക്ക് വരെയൊക്കെ വേരി ചെയ്യാറുണ്ട്. ഇതിൽ ഏറ്റക്കുറച്ചിലൊക്കെ വരാറുണ്ട്. എങ്കിലും എല്ലാ വർഷങ്ങളിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്ന ഒരു സബ്ജക്റ്റാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. ഇതിൽ തന്നെ ഈ ഹൈവേ എഞ്ചിനീയറിംഗ് പോർഷനിൽ നിന്ന് ഒരുപാട് ട്രിക്കി ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. കാണുമ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും, കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാലും സിമ്പിൾ തന്നെയാണ്. പക്ഷേ വളരെ ബേസിക് ആയിട്ട് മാത്രം പ്രിപ്പയർ ചെയ്ത് പോകുന്ന സ്റ്റുഡൻസിന് നെഗറ്റീവ് മാർക്കിംഗ് ഒരുപാട് വരുന്ന ഒരു സബ്ജക്റ്റാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. അങ്ങനെ വളരെ ഈസി ആയിട്ട് ഒരു 12 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാലേ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ 12 മാർക്ക് എടുക്കാൻ പറ്റില്ല എന്നർത്ഥം. കൺസെപ്റ്റുകൾ സിമ്പിളാണ്, ഈസി ആയിട്ട് പഠിച്ചെടുക്കാനും പറ്റും. പക്ഷെ ഒരുപാട് ട്രാപ്പുകളൊക്കെ വരുന്ന, അതായത് ട്രിക്കി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നമ്മളെ കുഴി ചാടിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ വളരെ നീറ്റായിട്ട് വൃത്തിയായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു സബ്ജക്റ്റാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ലാസ്സസിൽ നമ്മൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് പോവാറ്. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്ന് ഹൈവേ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പോർഷൻസിൽ നിന്ന് ഒരു ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതൊരു ക്വസ്റ്റ്യൻ്റെ സഹായത്തോടെ ആയിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ എക്സാമിന് വന്നാലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? ഡൺ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈവേ എഞ്ചിനീയറിംഗിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസും വരിക. ഒരു 12 മാർക്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഏകദേശം ഒരു 7 to 8 മാർക്സും ഹൈവേയിൽ നിന്ന് തന്നെ വരാറ്. ഒരു 2 മാർക്കൊക്കെ റെയിൽവേയിൽ നിന്നും 2 മാർക്ക് എയർപോർട്ടിൽ നിന്നും, അങ്ങനെയൊക്കെയാണ് പൊതുവെ എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പോവുക. അതുകൊണ്ടാണ് ഞാൻ ഹൈവേ എഞ്ചിനീയറിംഗ് തന്നെ ഡിസ്കസ് ചെയ്യാം എന്ന് തീരുമാനിച്ചത്. ഓക്കെ, നോക്കാം. ഹൈവേ എഞ്ചിനീയറിംഗിൽ നമ്മുടെ പേയ്മെൻറ്റ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞൊരു പോർഷൻ വരാനുണ്ട് സിലബസിൽ. ആ പേയ്മെൻറ്റ് മെറ്റീരിയൽസിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, നത്തിങ് ബട്ട് ദി പ്ലേറ്റ് ലോഡ് ടെസ്റ്റ്. ഇതിനെ ലോഡ് ബിയറിംഗ് ടെസ്റ്റ് അഥവാ പ്ലേറ്റ് ബിയറിംഗ് ടെസ്റ്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ആ കൺസെപ്റ്റിൽ നിന്ന് ഒരു എക്സ്പെരിമെൻ്റൽ കൺസെപ്റ്റാണത്. അതിൽ നിന്ന് വരുന്ന ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ, 2 മാർക്സിന് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ അത് നോക്കിക്കോളൂ, എന്നിട്ട് നമുക്ക് എൻ്റെ കൺസെപ്റ്റിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഒരു പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു. നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഒരു 45 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ്. അതുകൊണ്ടാണല്ലോ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് എന്നൊക്കെ വിളിക്കുന്നത്. നമ്മളൊരു ഡീഫോർമേഷൻ, ഒരു 1.25 മില്ലിമീറ്റർ ഡീഫോർമേഷനിൽ ഒരു ലോഡ് മെഷർ ചെയ്യുന്നു. അത് 1600 കിലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ വാട്ട് വി നീഡ് ടു കാൽക്കുലേറ്റ് ഈസ് ദി മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ ആണ്. എങ്കിൽ എന്താണ് മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ എന്ന് ആദ്യം മനസ്സിലാക്കണം അല്ലേ? എങ്കിൽ ആ മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ കാണാൻ ഈ എക്സ്പെരിമെന്റിൽ നമ്മൾ എന്തിനാണ് ഈ പ്ലേറ്റ് ഉപയോഗിച്ചത്, ആ ഒരു ഡീഫോർമേഷന്റെ പ്രത്യേകത എന്താണ്, ഈ ഒരു ലോഡിന്റെ മീനിങ് എന്താണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഇതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കാം, നമുക്ക് ആദ്യം കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. ദെൻ അഗൈൻ വി ക്യാൻ കം ബാക്ക് ടു ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഓക്കെ, റൈറ്റ്. സോ അതിനെ നോക്കിക്കോളൂ. പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കാണാൻ ഇതുപോലെ ഉണ്ടാവും. നിങ്ങൾ കുറേ പേരൊക്കെ കോളേജിൻ്റെ സിലബസ് അനുസരിച്ച് ചിലപ്പോൾ ലാബിലൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. ഇത് ലാബല്ല, ഫീൽഡ് ടെസ്റ്റ് ആണ്. കോളേജ് ലാബിൽ ഫീൽഡ് ടെസ്റ്റ് ആയിട്ട് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകാം. ഇല്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചോ, നമുക്ക് സോയിലിലേക്ക് ലോഡ് കൊടുക്കാനുള്ള ഒരു മെക്കാനിസം ഉണ്ട്. അതാണ് ഈ മെക്കാനിസം. ഒരു ഹൈഡ്രോളിക് ജാക്കൊക്കെ പോലെ ഒരു മെക്കാനിസം ഉണ്ട്. എത്രയാണോ നമ്മൾ ആ ലോഡ് കൊടുക്കുന്നത് അത് മെഷർ ചെയ്യാനുള്ള ഡയൽ ഗേജസ് ഇവിടെയുണ്ട്. നമ്മൾ ഈ ലോഡ് സോയിലിലേക്ക് ഡയറക്റ്റ്ലി ആണോ കൊടുക്കുക? അല്ല, ഒരു പ്ലേറ്റ് വെച്ചിട്ട്, മൈൽഡ് സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഈ മൈൽഡ് സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്കാണ് ഇത് പോവുക. പ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന പ്ലേറ്റ് ആലോചിക്കരുത്. അത്യാവശ്യം വലിയ റൗണ്ടിലുള്ള, അത്യാവശ്യം നല്ല തിക്നെസ് ഒക്കെ ഉള്ള 25 mm തിക്നെസ് ഒക്കെ ഉണ്ടാവും അതിന്. ആ തിക്നെസ് ഉള്ള ഒരു മൈൽഡ് സ്റ്റീൽ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു പ്ലേറ്റ് ആണ്. ഈ പ്ലേറ്റ് സോയിലിൻ്റെ മുകളിലേക്ക് വെച്ച ശേഷം ഏത് സോയിലിൻ്റെ മുകളിലേക്കാണ് വെക്കുക? വൈദവേ, നിങ്ങൾക്കൊരു റോഡ് കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റോഡ് കൺസ്ട്രക്ഷന് നമ്മൾക്ക് വേണ്ടുന്ന ഒരു ഡിസൈൻ ഇൻപുട്ടാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ച മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ. സബ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടിട്ടുണ്ടാവുമല്ലോ ഓൾറെഡി. ഒരു സോയിലിലെ, ഏത് സോയിലിൻ്റെ മുകളിലാണോ നമ്മൾ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ആ സോയിലിനെയാണ് സബ്ഗ്രേഡ് എന്ന് വിളിക്കുക. ആ സബ്ഗ്രേഡ് സോയിലിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഏത് സോയിലിൻ്റെ മുകളിലാണോ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ആ സോയിലിൻ്റെ മുകളിൽ നമ്മൾ ഈ പ്ലേറ്റ് ആദ്യം കൊണ്ട് വെക്കുകയും ഈ പ്ലേറ്റിന് മുകളിലേക്ക് ഒരു ലോഡ് കൊടുക്കുകയും ചെയ്യും. കൊടുക്കുന്ന ലോഡ് എത്രയാണെന്നും ഈ പ്ലേറ്റിന് ആ ലോഡ് കാരണം ഉണ്ടാകുന്ന ഡീഫോർമേഷൻ അഥവാ ഡിഫ്ലക്ഷൻ എത്രയാണെന്നും നമുക്ക് ഡയൽ ഗേജ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും.
സിമ്പിൾ. എന്ന് വെച്ചാൽ ഈ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ മെഷർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. എന്തൊക്കെയായിരിക്കും? നമ്മൾ കൊടുക്കുന്ന ലോഡ് എത്രയാണ്, ആ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പ്ലേറ്റിന് അതുവഴി ഈ സോയിലിന് ഉണ്ടാകുന്ന ഡീഫോർമേഷൻ അഥവാ ഡിഫ്ലക്ഷൻ എത്രയായിരിക്കും. ഈ രണ്ട് ഡാറ്റയാണ് നമ്മൾ എക്സ്പെരിമെൻറ്റിൽ കളക്ട് ചെയ്യുക. സോ ദാറ്റ് ഇതൊരു ഫീൽഡ് ടെസ്റ്റ് ആണ്. ഫീൽഡ് ടെസ്റ്റ് നമുക്കിത് പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യാം. ഡൺ. നമ്മുടെ ഫീൽഡ് ടെസ്റ്റ് നമ്മുടെ പരിപാടി അങ്ങ് കഴിഞ്ഞു. ഇനി നമ്മുടെ കാൽക്കുലേഷൻസ് ആണ്. എന്താണ് കാൽക്കുലേഷൻ ശ്രദ്ധിച്ചോ. നമ്മൾ ഫീൽഡിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ലോഡും അതിൻ്റെ കറസ്പോണ്ടിങ് സെറ്റിൽമെൻറ്റും അല്ലേ മെഷർ ചെയ്യുക. അങ്ങനെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഡീഫോർമേഷൻ ഓഫ് 0.125 സെൻറ്റിമീറ്റർ അഥവാ 1.25 mm എന്ന് നമുക്ക് പറയാം. ഈ ഒരു ഡീഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ട് എവിടെ നിന്നാണ് നമുക്ക് ഈ വാല്യൂ കിട്ടിയത്? നമ്മുടെ IRC നമുക്ക് തന്നതാണ്. ഇന്ത്യൻ റോഡ് കോൺഗ്രസിൻ്റെ IRCയുടെ ഡയറക്റ്റ് സ്പെസിഫിക്കേഷൻ ആണിത്. ഒരു സ്റ്റാൻഡേർഡ് ഡിഫ്ലക്ഷൻ ഓഫ് 0.125 സെൻറ്റിമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ലോഡ് എത്രയാണ് എന്നാണ് നമ്മൾ ആക്ച്വലി ഫീൽഡിൽ ചെക്ക് ചെയ്യേണ്ടത്. അത് ലോഡ് കൊടുത്തുകൊണ്ടിരിക്കും തോറും ഡീഫോർമേഷൻസ് കൂടി വരുമല്ലോ. അപ്പം മെല്ലെ മെല്ലെ ലോഡ് കൺട്രോൾ ചെയ്ത് 0.125 സെൻറ്റിമീറ്റർ എന്നൊരു ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഒരു ഡീഫോർമേഷൻ എന്ന് വിളിക്കാം. അത് മെഷർ ചെയ്യുന്ന ആ ഒരു ഡീഫോർമേഷൻ വരുന്ന ലോഡ് എത്രയാണ് നമ്മൾ മെഷർ ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്യുന്ന പരിപാടി ഫീൽഡിൽ. ക്ലിയർ ആണോ? വൺസ് നിങ്ങൾക്ക് ആ ലോഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാലോ. എങ്ങനെയാണ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുക? പ്രഷർ അഥവാ സ്ട്രെസ് എന്നും പറയാം അല്ലേ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ലോഡ് ഡിവൈഡഡ് ബൈ ദി കോണ്ടാക്ട് ഏരിയ ആണ്. ഈ ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ഈ 0.125 കറസ്പോണ്ടിങ് ആയിട്ട് മെഷർ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞത്. ഗോട്ട് ഇറ്റ്? ഡിവൈഡഡ് ബൈ ദി ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ലോഡ് എടുക്കുന്ന ഏരിയ ആണ് അല്ലേ. അതാ കോണ്ടാക്ട് ഏരിയ ആണ്. കോണ്ടാക്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ഏതാ ബൈ ദ വേ? ഇത്രയും ഡയമീറ്റർ ഉള്ള ഒരു പ്ലേറ്റ് അല്ലേ ആ ലോഡ് സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ആ പ്ലേറ്റിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ പ്ലേറ്റിൻ്റെ ഡയമീറ്റർ ഒരു D ആണെങ്കിൽ, ഞാൻ ചുമ്മാ ഒരു D എന്ന് ഇവിടെ മാർക്ക് ചെയ്യണേ. ഈ പ്ലേറ്റിൻ്റെ ഡയമീറ്റർ ഒരു ക്യാപിറ്റൽ D ആണെങ്കിൽ അതിൻ്റെ ഏരിയ എന്തായിരിക്കും? π/4 d² ആയിരിക്കും അല്ലേ. ദ ഏരിയ വിൽ ബി ഈക്വൽ ടു π/4 d² ആയിരിക്കും. ഇൻ കേസ് ഞാനൊരു സ്ക്വയർ പ്ലേറ്റ് ആണ് ഉപയോഗിച്ചെങ്കിലോ, എങ്കിൽ അതിൻ്റെ ഏരിയ മാറും അല്ലേ. അതിൻ്റെ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് എന്നൊക്കെ വരും. ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നമ്മൾ എപ്പോഴും സർക്കുലർ പ്ലേറ്റ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. സോ ദാറ്റ് ഏരിയയ്ക്ക് ഒരൊറ്റ ഇക്വേഷനുള്ളൂ, π/4 d² അഥവാ πr² എന്നൊക്കെ പറയാം. നമ്മളെപ്പോഴും പ്ലേറ്റിൻ്റെ ഡയമെൻഷൻ പറയുന്നത് ഡയമീറ്റർ വെച്ചിട്ട് എപ്പോഴും പറയാറ്. അതുകൊണ്ട് π/4 d² ഞാൻ ഡയറക്റ്റ്ലി എഴുതിയെന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾ എക്സ്പെരിമെൻറ്റിൽ ഉപയോഗിച്ച പ്ലേറ്റിൻ്റെ ഡയമീറ്റർ എന്താണോ ആ ഡയമീറ്റർ നമുക്കറിയാമെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രഷർ വിൽ ബി ഈക്വൽ ടു ദ മെഷേർഡ് ലോഡ് ഡിവൈഡ് ബൈ π/4 d² ആയിരിക്കുമല്ലോ. ആയിരിക്കും. ഇപ്പം നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? പ്രഷറാണ് കണ്ടുപിടിച്ചത്. എന്ത് പ്രഷർ? ഈ ഒരു ഡീഫോർമേഷൻ ഉണ്ടാക്കാൻ നമ്മൾ എടുത്ത പ്രഷർ. എന്തിനാണ് നമ്മൾ ഇത്രയും പ്രഷറൊക്കെ കണ്ടുപിടിച്ചത്? നമ്മൾ ഇനീഷ്യലി പറഞ്ഞിരുന്നത് നമ്മൾക്ക് മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ കാണണമെന്നല്ലേ. അതെ. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ് മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ? കണ്ടോളൂ. മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു, ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞ പേയ്മെൻറ്റിൻ്റെ ഡിസൈനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് എലമെൻ്റ് ആയിട്ടുള്ള പോർഷൻ, മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ. പൊതുവേ നമ്മളിതിനെ K എന്നൊരു സിമ്പിൾ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. സിമ്പിൾസ് ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇക്വേഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഇക്വേഷൻസിൽ K എന്ന് കാണുമ്പോൾ മനസ്സിലാക്കണം ഇത് മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ ആണ് എന്ന്. സോ K ഈസ് ഈക്വൽ ടു P ഡിവൈഡഡ് ബൈ ഡെൽറ്റ എന്നാണ്. എന്താണ് P? എന്താണ് ഡെൽറ്റ? P ഈസ് നത്തിങ് ബട്ട് ദ പ്രഷർ ദാറ്റ് വി ഹാവ് കാൽക്കുലേറ്റഡ് ഹിയർ. ഇവിടെ കണ്ടുപിടിച്ച ലോഡ് ബൈ π/4 d² ഇല്ലേ, അത് തന്നെയാണിത്. ദിസ് P സ്റ്റാൻഡ്സ് ഫോർ ദി പ്രഷർ corresponds to 0.125 centimeter deflection divided by, what is this delta? Delta is nothing but the standard deformation. എത്രയാണത്? 0.125. എങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ 0.125 എന്ന് എഴുതിയാൽ പോരായിരുന്നോ? എന്തിനാണ് നമ്മൾ ഡെൽറ്റ എന്നൊക്കെ എഴുതുന്നത്? മതിയായിരുന്നു. പക്ഷേ K എന്നുള്ള ടേമിനെ, മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷനെ പല കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എല്ലാ കോണ്ടെക്സ്റ്റിലും അതായത് എല്ലാ ഈ K എന്നുള്ള നമ്പർ ഉപയോഗിക്കുന്ന ടേം ഉപയോഗിക്കുന്ന എല്ലാ കോണ്ടെക്സ്റ്റിലും ഇതേ ഡീഫോർമേഷൻ തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഈ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് വെച്ചിട്ട് K കണ്ടുപിടിക്കുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ സ്റ്റാൻഡേർഡ് ഡീഫോർമേഷൻ ആയിട്ടുള്ള 0.125 എടുക്കുക.
അതുകൊണ്ട് ജനറൽ ഇക്വേഷൻ ഉള്ള രീതിയിൽ നമ്മൾ പി ബൈ ഡെൽറ്റ എന്ന് എഴുതുന്നു. ആൻഡ് വേറാസ് ദാറ്റ് ഡെൽറ്റ ഈസ് നത്തിങ് ബട്ട് 0.125 സെന്റിമീറ്റർ, അഥവാ നത്തിങ് ബട്ട് ദ ഡിഫ്ലക്ഷൻ. അത് തന്നെ. പക്ഷേ ഈ ഡിഫ്ലക്ഷൻ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്ത നമ്പർ അല്ലേ? ഇത് ചുമ്മാ ഞാൻ എവിടെന്നെങ്കിലും ഒരു എക്സാമ്പിൾ പോലെ ഇട്ട നമ്പർ ആണോ? അല്ല, ഇതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. പ്ലേറ്റ് ലോഡ് ടെസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്ത സ്റ്റാൻഡേർഡ് ഡിഫ്ലക്ഷൻ ആണ്, അഥവാ സ്റ്റാൻഡേർഡ് ഡിഫോർമേഷൻ ആണ്. എത്ര? നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത 0.125 സെന്റിമീറ്റർ. അത് നിർബന്ധമായും ബൈഹാർട്ട് പഠിച്ചു വെക്കണം. അത് എക്സാമിന് മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ സ്റ്റാൻഡേർഡ് ഡിഫ്ലക്ഷൻ അഥവാ സ്റ്റാൻഡേർഡ് ഡിഫോർമേഷൻ കൺസിഡേർഡ് ഇൻ ദ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് നത്തിങ് ബട്ട് 0.125. ഓക്കെ ആണോ? യൂണിറ്റ് അടക്കം ഓർത്ത് വെക്കുക കേട്ടോ. MM-ലാണ് ചോദിക്കുന്നതെങ്കിൽ 1.25 mm. ക്ലിയർ? ഈ കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന നമ്പർ ആണെന്ത്? മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ. ഡൺ. വൺ മോർ തിങ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിങ്. നോക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞു കൺസെപ്റ്റ് സിമ്പിൾ ആണ്, പക്ഷേ ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കും, ട്രാപ്പുകൾ ഒരുപാട് വരാൻ ചാൻസ് ഉണ്ടെന്നല്ലേ. ഇപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് നമ്മൾ എത്ര ഡയമീറ്റർ ഉപയോഗിച്ചു എന്നാണ്? 45 സെന്റിമീറ്റർ ഡയമീറ്റർ ഉപയോഗിച്ചു എന്നാണ് അല്ലേ? അല്ലേ? ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് ചോദിച്ചത് നോക്കിയേ, ദ മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ ഫോർ ദ സ്റ്റാൻഡേർഡ് പ്ലേറ്റ് എന്നാണ്. അതെന്താ ഈ സ്റ്റാൻഡേർഡ് പ്ലേറ്റ്? സ്റ്റാൻഡേർഡ് ഡിഫോർമേഷൻ നമ്മൾ കണ്ടു അല്ലേ? 0.125 സെന്റിമീറ്റർ അഥവാ 1.25 mm. അത് തന്നെയല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്? അതെ, അത് മാത്രമേ അവർക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇതല്ലാതെ വേറൊരു ഡിഫോർമേഷൻ ക്വസ്റ്റ്യനിൽ തരാൻ പറ്റില്ല, ഒരു കൺസെപ്റ്റേ ഇല്ല. ഓക്കെ, അപ്പോൾ പ്ലേറ്റ് ഓഫ് ഡയമീറ്റർ 45 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഡിഫോർമേഷൻ എത്ര തന്നെയാണ്? 1.25 mm തന്നെയാണ്. അതല്ലാതെ മറ്റൊരു വാല്യൂ തരാൻ അവർക്ക് പറ്റില്ല, കാരണം അതാണ് സ്റ്റാൻഡേർഡ്. പക്ഷെ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് സ്റ്റാൻഡേർഡ് പ്ലേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ ആണ്. അതെന്താ? ഈ പറഞ്ഞ ഡയമീറ്റർ 45 സെന്റിമീറ്റർ ഡയമീറ്റർ ഇല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്, അതാണോ സ്റ്റാൻഡേർഡ് ഡയമീറ്റർ? അല്ല. സോ നെക്സ്റ്റ് പോയിന്റ്, സ്റ്റാൻഡേർഡ് ഡിഫ്ലക്ഷൻ പോലെ തന്നെ മറ്റൊരു കൺസെപ്റ്റ് ആണ് സ്റ്റാൻഡേർഡ് പ്ലേറ്റ് അഥവാ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ദ പ്ലേറ്റ്. എത്രയാണത്? സ്റ്റാൻഡേർഡ് സൈസ് ഇസ് നത്തിങ് ബട്ട് 75 സെന്റിമീറ്റർ ഡയമീറ്റർ ആണ്. 75 സെന്റിമീറ്റർ ആണ് സ്റ്റാൻഡേർഡ് ഡയമീറ്റർ. എങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചത് സ്റ്റാൻഡേർഡ് ഡയമീറ്റർ പ്ലേറ്റ് ആണോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്ലേറ്റ് ആണോ? അല്ല, നമ്മൾ മറ്റൊരു പ്ലേറ്റ് ആയിട്ടുള്ള സംവാട്ട് സ്മോളർ പ്ലേറ്റ് ആയിട്ടുള്ള 45 സെന്റിമീറ്റർ ഡയ പ്ലേറ്റ് ആണ് ഉപയോഗിച്ചത്. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ എഴുതിയ ഈ കാൽക്കുലേഷൻ പ്രകാരം, ഈ 1600 കിലോഗ്രാം എന്ന ലോഡ് പ്രകാരം നിങ്ങൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന വാല്യൂ എന്ത് വാല്യൂ ആയിരിക്കും? ദ മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ ഫോർ 45 സെന്റിമീറ്റർ ഡയ പ്ലേറ്റ് ആയിരിക്കും. എന്തായിരിക്കില്ല? ഫോർ ദ സ്റ്റാൻഡേർഡ് പ്ലേറ്റ് ആയിരിക്കില്ല എന്നർത്ഥം. നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് സ്റ്റാൻഡേർഡ് പ്ലേറ്റിൻ്റെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു കൺസെപ്റ്റ് എന്താ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്താൽ മതി? 1600 കിലോഗ്രാമിനെ ഡിവൈഡഡ് ബൈ π/4 ഇൻറ്റു 75 സ്ക്വയർ എന്ന് ചെയ്താൽ മതി എന്നായിരിക്കും അല്ലേ? തെറ്റാണ്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു വാല്യൂ, അതും സ്വാഭാവികമായിട്ടും ഒരു ഓപ്ഷനിൽ കൊടുത്തിരിക്കും. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ചെയ്യുക, അങ്ങനെയാണ് ട്രാപ്പുകൾ തരിക. ഈ 1600 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? 45 സെന്റിമീറ്റർ ഡയമീറ്റർ പ്ലേറ്റ് വച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ലോഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാൽ നിങ്ങൾക്ക് ഈ ലോഡിനെ 75 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങൾക്ക് ഏത് ഡയമീറ്റർ പ്ലേറ്റ് ആണോ നിങ്ങൾ എക്സ്പെരിമെൻ്റലി ഉപയോഗിച്ചത് അത് മാത്രമേ നിങ്ങൾക്ക് ഏരിയ ആയിട്ട് അവിടെ എടുക്കാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ പ്രഷർ അവിടെ കിട്ടുള്ളൂ. ബട്ട് നമുക്ക് വേണ്ടത് 45 അല്ല, നമുക്ക് വേണ്ടത് സ്റ്റാൻഡേർഡ് പ്ലേറ്റാണ്. ഇതിപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യുക? നമുക്ക് വേണ്ടത് 75 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് നമുക്കറിയില്ല. അതുകൊണ്ട് ചുമ്മാ അവിടെ 75 എന്ന് എഴുതാൻ പാടില്ല. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് 45 ആണ്. ആ 45 നമുക്ക് വേണ്ടതാനും, നമുക്ക് വേണ്ടത് സ്റ്റാൻഡേർഡ് പ്ലേറ്റിൻ്റെതാണ്. എന്താ ഇപ്പോൾ ചെയ്യുക? അതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടുന്ന പോർഷൻ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഡയമീറ്റർ വെച്ചിട്ട് ഏരിയ കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ലോഡ് വെച്ചിട്ട്, അതാ ലോഡെന്ന് വെച്ചാൽ എന്താ? ആ ഒരു 45 സെന്റിമീറ്റർ ഡയ പ്ലേറ്റ് വെച്ചപ്പോൾ കിട്ടിയ ലോഡല്ലേ. ഞാൻ മറ്റൊരു ഡയമീറ്റർ വെച്ചിരുന്നെങ്കിൽ, അത് മറ്റൊരു ഡയമീറ്റർ ആണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ആ ലോഡല്ല കിട്ടുക, മറ്റേതെങ്കിലും ഒരു ലോഡായിരിക്കും വലിയ. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു പ്രഷർ എത്രയായി ഇപ്പോൾ? 1600 ഡിവൈഡ് ബൈ π/4 ഇൻറ്റു 45 സ്ക്വയർ. ഞാൻ ജസ്റ്റ് ആ ഒരു കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്ന നമ്പർ മീൻസ് ഇഫ് യു ആർ ഡൂയിങ് ദിസ് പെർട്ടിക്കുലർ കാൽക്കുലേഷൻ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്ത് യൂണിറ്റിലായിരിക്കും കിട്ടുക? ബൈ ദ വേ 45 എന്നുള്ള സെന്റിമീറ്ററിലാണ് അല്ലേ? അപ്പോൾ താഴെ എനിക്ക് കിട്ടാൻ പോകുന്ന യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ എന്നായിരിക്കും അല്ലേ? ഈ നമ്പർ 1.006
കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് എനിക്ക് കിട്ടുക. ആൻഡ് ദാറ്റ് പ്രഷർ ഇഫ് ഐ എം ടേക്കിംഗ് ഹിയർ, ഈ പി ബൈ ഡെൽറ്റ എനിക്ക് എത്ര കിട്ടും? ദിസ് ഈസ് ഈക്വൽ ടു 1.006 kilogram per centimeter square divided by the standard deformation, nothing but 0.125 centimeter. നോക്കൂ, യൂണിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1.25 mm എന്ന് എഴുതരുത്. കാരണം ഈ യൂണിറ്റ് ഏതിലാണ്? പെർ സെന്റിമീറ്റർ സ്ക്വയറിന്റെ ടേമിലാണ്. സോ ഈ രണ്ട് യൂണിറ്റുകളും ഒരേ ടേംസിൽ തന്നെ ആയിരിക്കണം. സെന്റിമീറ്റർ mm അങ്ങനെ ഒരേ ടേമിൽ തന്നെ ആയിരിക്കണം. സോ ദിസ് വിൽ ബി അബൌട്ട് 8.048 kilogram per centimeter cube. ഈ ഒരു ആൻസർ നമുക്ക് കിട്ടിയത് ഏതിനാണ്? ദ മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ കറസ്പോണ്ട്സ് ടു 45 സെന്റിമീറ്റർ പ്ലേറ്റിനാണ്. ഇതാണോ നമ്മളോട് ചോദിച്ചേക്കുന്നത്? അല്ല, നമ്മളോട് ചോദിച്ചേക്കുന്നത് സ്റ്റാൻഡേർഡ് പ്ലേറ്റിന് എത്ര എന്നാണ്. അതായത് കെ സഫിക്സ് 75 എന്ന് ഞാൻ ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? നിങ്ങൾ ഓപ്ഷൻസിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ 8.05 അവിടെ കിടക്കുന്നുണ്ടോ? അത് വളരെ ഹാപ്പിയായി എ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കാണ് കിട്ടുക. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് അതിൻ്റെ 1/3 ആയിട്ട് നെഗറ്റീവും വരുമെന്നർത്ഥം. ഓക്കെ, സോ ദിസ് ഇസ് ദ ട്രാപ്പ്. സിമ്പിൾ കൺസെപ്റ്റ് ആണ്, പക്ഷേ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾക്കിനി എന്ത് വേണം? സ്റ്റാൻഡേർഡ് പ്ലേറ്റിൻ്റെ ടേമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യും? 45 സെന്റിമീറ്റർ ഡയമീറ്റർ പ്ലേറ്റിന് കറസ്പോണ്ടിങ് ആയി നിങ്ങൾക്ക് 8.048 കിട്ടിയിട്ടുണ്ടെങ്കിൽ 75 ഡയമീറ്റർ പ്ലേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര വാല്യൂ വരും എന്നറിയാൻ വേണ്ടി നമ്മൾ നെക്സ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കോറിലേഷൻ ഓർത്ത് വെക്കണം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് K1 D1 is equal to K2 D2. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്കുണ്ട്, അത് ഓർത്ത് വെക്കണം. ഈ D1 D2ന് പകരം സ്വാഭാവികമായിട്ട് ഇങ്ങനെ എഴുതാറുണ്ട്. K1 A1 is equal to K2 A2 ഇങ്ങനെയും എഴുതാറുണ്ട്. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് ദ പ്ലേറ്റ് ആണ്, ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ പ്ലേറ്റ് ആണ്. ഏതാണെങ്കിലും സെയിം തന്നെയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കിപ്പോൾ ഒരു സർക്കുലാർ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ റേഡിയസ് എയും ഇതാണ് അതിൻ്റെ എ എന്ന് പറഞ്ഞ റേഡിയസ്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഡയമീറ്റർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്കതിന് ഡി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ K1 A1 ഈക്വൽ ടു K2 A2 എന്ന് എടുത്താലും K1 D1 ഈക്വൽ ടു K2 D2 എന്ന് എടുത്താലും സെയിം തന്നെയാണ്. കാരണം രണ്ട് സൈഡിലും അതിൻ്റെ ബൈ 2 എന്ന് വരുന്ന ഒരു പോർഷൻ അങ്ങ് ക്യാൻസൽ ആയി പോയിക്കോളും അല്ലേ. നമുക്ക് വളരെ ബേസിക് ആയിട്ട് ഇതൊന്ന് എടുത്തു നോക്കാം. ഈ ഒരു ഇക്വേഷൻ എടുത്തു നോക്കാം. K1, അതായത് ഈ ഒരു ഫോർമാറ്റ് രണ്ട് ഇക്വേഷൻ ഒന്നുമല്ല, K1 D1 ഈക്വൽ ടു K2 D2 എന്നുള്ള ഫോർമാറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ വരുന്ന ആലോചിച്ച് നോക്കിയേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് K കറസ്പോണ്ടിങ് ടു 75 ആണ്. എങ്കിൽ അതിൻ്റെ ഡയമീറ്റർ ആയിട്ടുള്ള 75 സെന്റിമീറ്റർ ഞാൻ ഇവിടെ എടുക്കുന്നു. ഇസ് ഈക്വൽ ടു നമുക്കറിയാവുന്ന K വാല്യൂ ഏതാ? 8. അതായത് നമ്മുടെ K സഫിക്സ് 45 നമുക്കറിയാം, 8.048 ആണ്. ദാറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് വിത്ത് 45 സെന്റിമീറ്റർ. സോ ഈ സെന്റിമീറ്റർ യൂണിറ്റ് അങ്ങ് ക്യാൻസൽ ആയി പോകും. നമുക്കിനി കിട്ടാൻ പോകുന്ന, നമ്മൾക്കിനി കണ്ടുപിടിക്കേണ്ടുന്ന മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ ഫോർ ദ സ്റ്റാൻഡേർഡ് പ്ലേറ്റ് വിൽ ബി നത്തിങ് ബട്ട് ഈ ഒരു K45ൻ്റെ അഥവാ 8.048ൻ്റെ സെയിം യൂണിറ്റിലായിരിക്കും വരിക. വിച്ച് മീൻസ് കിലോഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിൽ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക എന്നർത്ഥം. നമുക്കന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലോ. സോ ദാറ്റ് K സഫിക്സ് 75 നത്തിങ് ബട്ട് മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ ഫോർ ദ സ്റ്റാൻഡേർഡ് പ്ലേറ്റ് വിൽ ബി ഈക്വൽ ടു എത്രയായിരുന്നു? 8.048 കിലോഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ഇൻറ്റു 45 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ, ഈ ഡയമീറ്റർ നേരെ താഴേക്ക് വരും അല്ലേ, ഡിവൈഡ് ബൈ 75 സെന്റിമീറ്റർ. നേരത്തെ പറഞ്ഞ പോലെ ഈ യൂണിറ്റുകൾ രണ്ടും ക്യാൻസൽ ആയി പോകും. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വാല്യൂവിൻ്റെ യൂണിറ്റ് ഈ നേരത്തെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത 45 സെന്റിമീറ്റർ ഡയ പ്ലേറ്റിൻ്റെ സെയിം യൂണിറ്റ് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക, യെസ് എ സെക്കൻഡ്, യെസ്, ദിസ് വിൽ ബി 4.828 എന്നായിരിക്കും നമുക്ക് കിട്ടുക കിലോഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, ഒരു അപ്രോക്സിമേറ്റ് ഓപ്ഷനോ അല്ലെങ്കിൽ ആക്യുറേറ്റ് വാല്യൂ തന്നെ ചിലപ്പോൾ ഓപ്ഷൻസിൽ ഉണ്ടാകാം. ചിലപ്പോൾ 5 എന്നായിരിക്കും ചിലപ്പോൾ ഓപ്ഷൻ ഉണ്ടാകും. അങ്ങനെ ഒരു നിയർ ബൈ ഓപ്ഷൻസ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക, അല്ലെങ്കിൽ ആക്യുറേറ്റ് തന്നെ തരാം. തൽക്കാലം നമുക്ക് 4.82 എന്ന വാല്യൂ ഒന്ന് എടുത്ത് ഒന്ന് ഓപ്ഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. സോ വി വിൽ ബി ഹാവിങ് 4.828 ആയിരുന്നില്ലേ, സോ 4.83 ഓപ്ഷൻ സി കൊടുത്തുണ്ടോ, യൂണിറ്റ് കിലോഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. ക്ലിയർ ആയോ? സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? നമ്മുടെ ഓപ്ഷൻ സി 4.83 ആയിരിക്കും. ക്ലിയർ ആയോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്, പക്ഷെ ഒരുപാട് ട്രിക്കി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതിലൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് എന്താണെന്നോ എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്യാമെന്നോ മനസ്സിലായല്ലോ. ഇൻ കേസ് ഇവിടെ ഈ 45 സെൻറ്റിമീറ്ററിന് പകരം സ്റ്റാൻഡേർഡ് പ്ലേറ്റ് ആയിട്ടുള്ള 75 തന്നെയായിരുന്നു ഉപയോഗിച്ചതെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ലാസ്റ്റ് ചെയ്ത K1 D1 ഈക്വൽ ടു K2 D2 ആ ഒരു കൺവേർഷൻ നമുക്ക് ആവശ്യമില്ല. എന്താണോ നമുക്ക് ചെയ്ത് കിട്ടിയ റിസൾട്ട്, ദാറ്റ് വുഡ് ബി ദ ഫൈനൽ ആൻസർ. 75 ഒഴികെ വേറെ ഏത് ഡയമീറ്റർ പ്ലേറ്റ് ഉപയോഗിച്ചാലും അൾട്ടിമേറ്റ്ലി നമ്മളിങ്ങനെ ഒരു കൺവേർഷൻ ചെയ്യേണ്ടി വരുമെന്നർത്ഥം. മനസ്സിലായോ? പിന്നെ മറ്റൊന്ന്, ഒരു തവണ ഗേറ്റ് എക്സാമിന് ഒരു 1 മാർക്കിന് ഒരു MCQ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. താഴെ കൊടുത്തതിൽ ഏതൊക്കെയാകാം മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ്റെ പോസിബിൾ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള യൂണിറ്റുകളെന്ന്. അതായത് എപ്പോഴും താഴെ ഇങ്ങനെ ക്യൂബിൻ്റെ ടേമിലല്ലേ വരുള്ളൂ. ആലോചിച്ച് നോക്കിയാൽ സ്ട്രെസ് ബൈ ഡിഫോർമേഷൻ അല്ലേ. സ്ട്രെസ്സിൽ തന്നെ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ അഥവാ പെർ മീറ്റർ സ്ക്വയർ പെർ MM സ്ക്വയർ എന്നൊക്കെ വരുമല്ലോ. അതിനെ വീണ്ടും നിങ്ങൾ ഡിഫോർമേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ക്യൂബ് അല്ലേ വരിക. അപ്പം 4 യൂണിറ്റുകൾ തന്നിട്ട് ഇതിൽ ഏതൊക്കെയാകാം പോസിബിൾ യൂണിറ്റ്സ് ഓഫ് മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ എന്ന് ചോദിച്ചിരുന്നു. അതിലൊരു ഓപ്ഷൻ ഇങ്ങനെയായിരുന്നു കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. ഇതുപോലെ കിലോഗ്രാം പെർ MM ക്യൂബ് ആകാം, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആകാം, ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ആകാം. അങ്ങനെ ഒരു ലോഡ് ഡിവൈഡ് ബൈ ഏരിയ എടുക്കുമ്പോൾ തന്നെ സ്ട്രെസ്സായി സ്ക്വയറിൽ വരും. വീണ്ടും ഡിഫോർമേഷൻ എടുക്കുമ്പോൾ ക്യൂബിലേക്ക് അത് വരും. ക്ലിയർ ആയോ? അപ്പം അങ്ങനെ യൂണിറ്റ് അടക്കം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എന്ന് അർത്ഥം. ഡൺ, റൈറ്റ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഐ ഹോപ്പ് വാട്ട് എവർ ക്വസ്റ്റ്യൻ ദേ ആർ ആസ്കിങ് ഫ്രം ദിസ് ടോപ്പിക് യു വിൽ ബി ഏബിൾ ടു സോൾവ് ഇറ്റ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സസുകളൊക്കെ പോവുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ജോയിൻ us. നമുക്ക് ഇതുപോലുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ബൈ. Start your preparations for engineering competitive exams from top educators. Learn from the best.